നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടോ? ഇല്ലേ? വഴിയുണ്ടാക്കാം. എന്നാൽ നമുക്ക് ഒരുമിച്ച് ചൂടോടെ ഒരെണ്ണം ഉണ്ടാക്കിയാലോ? പിന്നെ പ്രത്യേകിച്ച് ഇത് ഗേൾസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല, ബോയ്സിനും അമ്മമാർക്കും അച്ഛന്മാർക്കും മാമന്മാർക്കും മാമിമാർക്കും എല്ലാവർക്കും ഉള്ള എന്റെ സ്നേഹാദരത്തോടെയുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഒരുപാട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളൊരു 100 സ്റ്റെപ്പുള്ള സ്കിൻ കെയർ റൂട്ടീൻ വരെ നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഇതിൽ ഏത് ഉപയോഗിക്കണം നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ സ്കിൻ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഞാനൊരു വഴി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുന്നേ. നിങ്ങളത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. വെറുതെ സ്നേഹം. എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം അതാണ്, അവര് ഉപയോഗിക്കാൻ പറഞ്ഞു, അവർക്കത് നല്ലതായിരുന്നു, ഇവർക്കത് നല്ലതായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞ് പൊട്ടത്തരങ്ങളൊന്നും ചെയ്ത് നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കരുത്. എനിക്ക് മറ്റേ കല്യാണരാമനിൽ പറയുന്നതാണ് ഓർമ്മ വരുന്നത്. കുറച്ച് ആട്ടുംകാട്ടം കൊണ്ടുവന്ന് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നുവോ? തിന്നില്ലല്ലോ. സോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം സ്കിൻ എന്താണെന്നാ കണ്ടുപിടിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ചെക്ക് വാട്ട് ഇസ് അവർ സ്കിൻ ടൈപ്പ്. ഓക്കെ, സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, ഒന്ന് മുഖം ഒന്ന് കഴുകുക. നല്ല ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട്, നമ്മൾ മറ്റേ അരിപ്പൊടി ചന്ദനപ്പൊടി ഒന്നിട്ട് ഉരച്ച് നമ്മൾ കഴുകരുത്. സാധാരണ നോർമൽ ഒരു ഫേസ് വാഷ്, ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് ആണെങ്കിലും ഓക്കെ, ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് നമ്മൾ വെറുതെ ഒരു 1-2 മണിക്കൂർ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. വീട്ടിലുള്ളപ്പോൾ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോഴൊന്നും ഇത് ചെയ്തിട്ട് പുറത്ത് പോയി ഒന്ന് സ്കിൻ ടൈപ്പ് ഏതാന്ന് കണ്ടുപിടിക്കാന്ന് വിചാരിക്കരുത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണാടിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് ഫേസ് ഇങ്ങനെ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുക. അപ്പോൾ നമ്മൾ ഫേസ് മൊത്തത്തിൽ ഓയിലി ആയിട്ടാണ് നിൽക്കണമെങ്കിൽ നമ്മുടെ സ്കിൻ എന്താണ്, ഓയിലി ടൈപ്പ് ആണ്. നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് അയ്യോ ഒരു വെളിച്ചെണ്ണെങ്കിലും ഒന്ന് പുരട്ടണം, അങ്ങനെ ഡ്രൈ ആയി വലിഞ്ഞു മുറുകുന്ന ഒരു ഫീൽ ആണ് അപ്പോഴത്തേനും വരുന്നെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിൻ ആണ്. ഇനി അല്ല, നമുക്ക് ഇവിടെ മാത്രം ഇങ്ങനെ ഈ മൂക്കിന്റെ സൈഡ് ഇവിടെ ഒക്കെ മാത്രമാണ് ഓയിലി, ബാക്കിയുള്ള സൈഡൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ നമ്മളത് എന്താണ്, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആണ്. ഇനി അടുത്ത കൂടെ ഏതെങ്കിലും ക്രീം പോകുമ്പോഴത്തേനും മുഖത്ത് ഭയങ്കര കുരു വരുന്ന ആൾക്കാരാണെന്നെങ്കിൽ നമ്മൾ സെൻസിറ്റീവ് സ്കിൻ ആണ്. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഒരു മാറ്റമില്ല, കഴുകിയപ്പോ എങ്ങനെയായിരുന്നു, ചളി മാത്രം ഒന്ന് പോയി, പിറ്റേ കുറച്ച് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ സ്കിൻ ഇരിക്കുന്നെങ്കിൽ യു ആർ ലക്കി ഗൈസ്, യു ആർ നോർമൽ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഏതാണ് നിങ്ങളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ചില്ലേ? ഇനി നമ്മൾ ഓരോ സ്റ്റെപ്പ് തൊട്ട് തുടങ്ങാം. നമുക്കൊരു 110 സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് നമ്മളൊരു ക്ലെൻസർ ഉപയോഗിക്കാം. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മുഖം കഴുകുന്ന സാധനം. നമ്മൾ ഫേസ് വാഷ് എന്നൊക്കെ ആണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അത് ക്ലെൻസർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ജെന്റൽ വേർഷൻ. നമ്മുടെ സ്കിന്നിന് ഒരുപാട് കെമിക്കലി ഇങ്ങനെ ഹാർഷ് ചെയ്യാത്ത ഒരു സാധനത്തിനെയാണ് നമ്മൾ ക്ലെൻസർ എന്ന് പറയാം. അപ്പൊ എനിക്ക് 2 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലെൻസർ ഉപയോഗിക്കാം. ഞാൻ എന്നെ പേഴ്സണലി അറിയുന്നവർക്കും എന്നെ കുറച്ചു കാലമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എത്ര പെട്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇത് അടിപൊളി ക്ലെൻസർ ആണ്, ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും സ്കിന്നിന് ഒരു പ്രശ്നം വരത്തില്ല എന്ന് എനിക്ക് കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓപ്പൺ പോർസ്, അതായത് നമ്മൾ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ സുഷിരങ്ങൾ ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മൾ സുഷിരം തന്നെയല്ലേ പറയാ, അതാണ് ഓപ്പൺ പോർസ് എന്ന് പറയുന്നത്. അപ്പോ അതിനകത്ത് നമ്മൾ ഇങ്ങനെ തെണ്ടിത്തിരി നടക്കുമ്പോൾ ഉണ്ടാവുന്ന എന്താണ്, ചളി, വേർപ്പിന്റെ അണുക്കളും അങ്ങനെ അതിങ്ങനെ ക്ലോഗ് ആയിട്ട് ഇരിക്കും എപ്പോഴും. അപ്പൊ നമ്മൾ അത് കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലെൻസ് ചെയ്യുമ്പോൾ അതങ്ങ് ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങ് പുറത്തേക്ക് വരും. അപ്പൊ ക്ലീൻ ആവും ഫേസ്. ഓക്കെ, അതിനാണ് നമ്മൾ ക്ലെൻസർ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അല്ല, ഇതിനൊരു വലിയ പതയൊന്നുമില്ല, ഇത് ഭയങ്കര ജെന്റിലാണ്. സോ നിങ്ങൾക്കൊന്ന് പതഞ്ഞാലേ മുഖം കഴുകി എന്നുള്ളൊരു ഫീല് കിട്ടുകയുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്, അടിപൊളിയാണ്. ഇത് രണ്ടും അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ്. നമ്മൾ എന്തിനൊക്കെ നമ്മൾ ഒരു മന്ത് തിന്നുന്ന പൈസ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യൂ, ക്ലെൻസേഴ്സിന് വേണ്ടി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ക്ലെൻസർ ഉപയോഗിക്കാം. ഫസ്റ്റ് മുഖമൊക്കെ ഫേസ് ഒക്കെ ക്ലീൻ ആക്കി വെക്കാം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, രാവിലെയും രാത്രിയും നിങ്ങൾ ഉപയോഗിക്കണം. എണീറ്റ് വരുമ്പോൾ ഇനി രാവിലെ ഇനി ഉപയോഗിക്കണോ, ഉപയോഗിച്ചില്ലെങ്കിലും രാത്രി എന്തായാലും ഉപയോഗിക്കാം. ബട്ട് 2 തവണ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഉപയോഗിച്ചോ രാവിലെയും രാത്രി.
ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ് ടോണർ എന്ന് പറയും. ടോണർ മാൻഡേറ്ററി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല മാൻഡേറ്ററി ആണോ അല്ലേ എന്നുള്ളത്. കാരണം ഞാൻ അങ്ങനെ ടോണർ മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളല്ല. ബട്ട് ഇപ്പൊ ടോണറിന്റെ കാലമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് റീൽസ് ഒക്കെ കാണുന്നുണ്ട്, നല്ല അടിപൊളി ടോണേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ ഈ കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി എച്ചിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ, സ്കിന്നിനൊരു പി എച്ച് ഉണ്ടല്ലോ, സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഓർഗൻ അല്ലേ, അപ്പൊ അതിനൊരു പി എച്ച് ലെവലിന് എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോണർ ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഗൂഗിളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് അതാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് ടോണേഴ്സ് ഉണ്ട്. അതായത് ഹൈഡ്രേറ്റിംഗ് ടോണർ ഉണ്ട്, എക്സ്ഫോലിയേറ്റിംഗ് ടോണർ ഉണ്ട്, പിന്നെ ബ്രൈറ്റനിങ് ടോണർ, അങ്ങനെ ഒരുപാട് ടോണേഴ്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണേഴ്സ് ഉപയോഗിക്കാം. ഞാൻ ഇപ്പൊ കറന്റ്ലി ഉപയോഗിക്കുന്ന ഒരു ടോണർ, എനിക്ക് അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടോണർ കുറെ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നൊന്നും ഇല്ല, അതുകൊണ്ട് എനിക്ക് മനസ്സറിഞ്ഞ് റെക്കമെൻഡ് ചെയ്യാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഡോട്ട് ആൻഡ് കീ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു വാട്ടർമെലൺ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണർ. ഇതെനിക്ക് എന്തോ വാങ്ങിയപ്പോ ഫ്രീ കിട്ടിയതാണ്. ഇപ്പൊ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് വെള്ളം പോലെയാണ് ഇരിക്കുക. അപ്പൊ നമുക്കിങ്ങനെ റോസ് വാട്ടർ ഉപയോഗിക്കാം, എന്താണെങ്കിലും നമുക്ക് ടോണർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ റെക്കമെൻഡ് ചെയ്യാൻ എനിക്കൊരു ഇതുണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന 2 ടോണേഴ്സ് ഉണ്ട്. ഒന്ന് ലൈക്ക് ഈ പ്ലമ്മിന്റെ നൈസിനമൈഡ് ടോണർ ആൻഡ് അനദർ വൺ ഇസ് ഈ ടോണി മോളിന്റെ ടോണർ, റൈസ് വാട്ടർ ടോണർ. ഇത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യണം എന്നുണ്ട്. സോ ഇതിന് രണ്ടിനും നല്ല റിവ്യൂസ് കേൾക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ടോണർ റെക്കമെൻഡേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. അപ്പൊ നമ്മൾ ടോൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ടോണർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോട്ടോ, എനിക്കറിയില്ല. അപ്പൊ ടോണർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ എന്ന് പറയുന്ന സാധനം നമ്മളെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഈ ഒരു ക്ലെൻസർ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇതൊക്കെ ഓപ്പൺ ആയിരിക്കുക എന്ന് പറഞ്ഞില്ല, അപ്പൊ നമ്മൾ കുറച്ച് നല്ല സാധനങ്ങൾ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി നമുക്ക് മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. പിന്നെ എന്നെ പോലെയുള്ള ഓയിലി ഗേൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാവും. അതായത് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഉണ്ടല്ലോ മുഖത്ത്, അതെങ്ങനെ അങ്ങ് തേച്ച് ഹൈഡ്രേറ്റ് ആയില്ലേ. ഓയിൽ വേറെ, മോയ്സ്ചറൈസേഷൻ വേറെ. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാരും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ ഉപയോഗിക്കണം. സോ എന്റെ ഒരു കൈൻഡ് ഓഫ് മോയ്സ്ചറൈസർ റെക്കമെൻഡേഷൻ വരുവാണെങ്കിൽ എനിക്ക് ഇതാണ്. ഞാനിപ്പോ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഡോക്ടർ ഷെത്തിന്റെ മോയ്സ്ചറൈസർ ആണ്. നല്ല മോയ്സ്ചറൈസർ ആണ്. എന്റെ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ, നല്ലതാണ് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിമ്പിളിന്റെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഇതൊക്കെ എല്ലാ സ്കിൻ ടൈപ്പിനും വേണ്ടിയുള്ളതാണ്, നോൺ ഓയിലി ആണ്. സോ ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല. ബട്ട് സ്റ്റിൽ മോയ്സ്ചറൈസേഷൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാവരും ചെയ്യാട്ടോ. ഉച്ചയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, എനിക്ക് വേർതിട്ട് ചൂടെടുത്തിട്ട്. സോറി ഗൈസ്, ലൈറ്റിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ബിക്കോസ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഇനി എപ്പോ വരും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പൊ കഴിഞ്ഞാൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, സൺസ്ക്രീൻ എന്ന് പറയുന്ന സംഭവം. ഈ അമ്മേനെ തല്ലിയാലും 2 പക്ഷം എന്ന് പറയുന്ന പോലെ ഇപ്പോ ഞാനും കാണാറുണ്ട് ന്യൂസസ്. കുറെ ആൾക്കാർ പറയും, ഡോക്ടേഴ്സ് അടക്കമുള്ള ആൾക്കാർ കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ആവശ്യമില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഈസ് മാൻഡേറ്ററി. അപ്പൊ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. പുറത്ത് വെയിലത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരാണെങ്കിലും, കറങ്ങി നടക്കുന്ന പിള്ളേരാണെങ്കിലും, വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഒരുപാട് സ്ക്രീൻ ടൈം ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിലും സൺസ്ക്രീൻ ഉപയോഗിക്കുക. നമ്മുടെ അമ്മമാരൊക്കെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ചുമ്മാ ഉപയോഗിച്ചോ, അവരൊന്ന് സുന്ദരി ആവട്ടെ, എന്താണ് സൺസ്ക്രീൻ ഒന്നും അത്ര വലിയ പൈസയൊന്നുമില്ല, ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നമ്മുടെ UVA UVB റേസ് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് സൺ ടാൻ ഒക്കെ കുറയ്ക്കാനാണെന്നാണ് പറയപ്പെടുന്നത്. അറിവുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാനും യൂസ് ചെയ്യുന്നുണ്ട് സൺസ്ക്രീൻ. എന്റെ സൺസ്ക്രീൻ ഫേവറേറ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് കീന്റെ ഈ സൺസ്ക്രീൻ ആണ്. ഞാൻ ഒരുപാട് പെട്ടികൾ ഉപയോഗിച്ച് തീർത്തിട്ടുള്ളതാണ്. പക്ഷെ ഞാനും സ്വിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. പുതിയ പ്രൊഡക്ട്സ് കാണുമ്പോൾ എനിക്കും ഇങ്ങനെ ത്വരമൂത്ത് ഞാനും വാങ്ങിച്ചു നോക്കാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റഡ് സൺസ്ക്രീൻ ആവശ്യമുള്ളവർക്ക് UVഡൂന്റെ ഈ സൺസ്ക്രീൻ നോക്കാം. ഇത് നല്ലതാണ്, ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്വലോജിക്ക നോക്കാം. ഡോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ഉണ്ട്. വേറെ ഡെർമാക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സൺസ്ക്രീൻസ് ആവശ്യത്തിൽ കൂടുതൽ അവൈലബിൾ ആണല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ സ്കിന്നിന് പറ്റുന്ന ഒരു സൺസ്ക്രീൻ നിങ്ങൾ ഉപയോഗിക്കുക. ആണ് ഞാൻ ഒരുപാട് ഉപയോഗിച്ച് എനിക്ക് ഓക്കെ എന്ന് തോന്നിയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആരും എന്നോട് ദേഷ്യം തോന്നരുത്. ഇറ്റ്സ് ഓൾ പേഴ്സണൽ. ഓക്കെ, ഇതെല്ലാവർക്കും പേഴ്സൺ ടു പേഴ്സൺ ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് വേറെ ആയിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആൾക്കാർക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ണും പൊട്ടി വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അയ്യോ വാങ്ങിച്ചു പോയല്ലോ എന്നുള്ളൊരു ഫീൽ വരില്ല എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉള്ള സാധനമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ലിപ് ബാമും കൂടെ വേണം. ലിപ് ബാം വേണ്ടേ? ലിപ് ബാം. അപ്പൊ ഇതെല്ലാവരും ഉപയോഗിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരു 14 years എബവ് ഉള്ള പിള്ളേരൊക്കെ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ട. കുഞ്ഞു കുട്ടികൾക്ക് തന്നെ ചാപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്ന നാടുകളുണ്ട്. പക്ഷെ നമ്മളെ നാട്ടില് അത്ര ചെറിയ പിള്ളേർക്കൊന്നും ലിപ് ബാമിന്റെ ആവശ്യമില്ല. ഒരു ടീനേജേഴ്സിനൊക്കെ ഉപയോഗിക്കാം. ലിപ് ബാംസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പോൾ എന്റെ ലിപ് ബാം റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ, ലിപ് ബാമും ഇതുപോലെ നമുക്ക് പല കൺസേണിനാണ്. ചിലത് ബാരിയർ റിപ്പയർ ചെയ്യാനായിരിക്കും, ചിലത് എന്താണ് പിഗ്മെന്റേഷൻ ഉള്ളതിനായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് പ്ലം ആയിട്ട് നിൽക്കാനുള്ള ലിപ്സിന് വേണ്ടിയായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ആവശ്യാനുസരണം നിങ്ങൾക്ക് അതും മാറ്റാം, നിങ്ങളുടെ കൺസേൺ അനുസരിച്ച്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ലിപ് ബാംസ് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു ലിപ് ബാമും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് വാസ്ലിൻ ഉപയോഗിക്കാം ചുണ്ടില്. വാസ്ലിൻ ഉപയോഗിച്ച് ചുണ്ടിനൊന്നും പറ്റിപ്പോയില്ല. അത് എൻ്റെ ഒരു ഇതാണ്. അത് ഏറ്റവും ഭയങ്കരമായിട്ട് സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് വാസ്ലിൻ എന്ന് പറയുന്നത്, പെട്രോളിയം ജെല്ലി. സോ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി അത് വാങ്ങിക്കാത്ത കുറച്ച് ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ ഞാൻ ലിപ് ബാം ആണ് ഇട്ടിട്ടുള്ളത്. വെറും ലിപ് ബാം ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്തിട്ടുണ്ട് പുറത്തു കൂടെ, അകത്തേക്ക് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഡോട്ട് ആൻഡ് കീന്റെ ലിപ് ബാം ആണ്. സ്ട്രോബെറി ഫ്ലേവർ ലൈക്ക് അങ്ങനെ വരുന്ന ഒരു ലിപ് ബാം ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബാം യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വാസ്ലിൻ തന്നെ വേറെ ലൈക്ക് സെന്റഡ് ലിപ് ബാംസ് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഫേവറേറ്റ് അങ്ങനെ ഭയങ്കര സെബാമെഡിന്റെ ലിപ് ബാം ഒക്കെ നല്ലതാന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ലിപ് ബാംസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് ഒരു സ്കിൻ കെയർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രേ വേണ്ടുള്ളൂ. ഒന്ന് മുഖം കഴുകാൻ ഒരു ക്ലെൻസർ വാങ്ങിക്കുക, അതുപോലെ അത് കഴിഞ്ഞ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, അത് കഴിഞ്ഞ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഈ 3 steps ആണ് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവം. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ലക്ഷറി ഒരു ഫീലൊക്കെ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ കൺസേൺ അനുസരിച്ച് ബാക്കി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സിറംസ് ആഡ് ചെയ്യാം. സിറം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ ഒരുപാട് സിറംസ് അവൈലബിൾ ആണ്. വൈറ്റമിൻ സി, നൈസിനമൈഡ്, റെറ്റിനോൾ, പിന്നെന്താ ഉള്ളത്, പിന്നെന്താണ് ഹൈലറോണിക് ആസിഡ്, പിന്നെ വായിക്കൊള്ളാത്ത കുറെ പേരുകളുള്ള കുറെ സിറംസ് അവൈലബിൾ ആണ്. അതൊക്കെ പെർട്ടിക്കുലർ കൺസേണിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇപ്പോ ചിലത് പിഗ്മെന്റേഷൻ മാറാനായിരിക്കും, ചിലത് ഡാർക്ക് സ്പോട്ട്സ് മാറാനായിരിക്കും, ചിലത് ഫേസ് ബ്രൈറ്റ് ആക്കാനായിരിക്കും, ചിലത് ഈ ആന്റി റിങ്കിൾസ് ഒക്കെ പോകാനുള്ളതായിരിക്കും. അങ്ങനത്തെ പല കൺസേൺ ഉള്ളതാണ്. അപ്പൊ എനിക്ക് ഈ ഒന്നും അറിയാണ്ട് യൂസ് ചെയ്യുന്ന പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് അവർക്ക് അത് നല്ലതാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത് നല്ലതായിക്കൊള്ളണം എന്നില്ല. നിങ്ങളുടെ പ്രായത്തിനും നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും അനുസരിച്ച് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പൊ റെറ്റിനോൾ ഒക്കെ ചെറിയ പ്രായത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നെവർ ഡു ദാറ്റ്. റെറ്റിനോൾ എന്നൊക്കെ പറയുന്നത് ഒരു 25+ ആൾക്കാരാണ് അത് ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് അത് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരു സംഭവമാണത്. അപ്പൊ ചെറിയ പിള്ളേര് അയ്യോ എനിക്ക് ഇപ്പൊ തന്നെ ഉപയോഗിച്ച് തുടങ്ങി, ഇപ്പൊ തന്നെ എന്റെ റിങ്കിളൊന്നും വരത്തില്ലല്ലോ എന്ന് വിചാരിച്ച് 10-18 വയസ്സിലൊന്നും ഒരിക്കലും റെറ്റിനോൾ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. അതുപോലെ ട്രെറ്റിനോയിൻ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ട്രെറ്റിനോയിന്റെ ഒരു വീഡിയോ ഉണ്ട് മുന്നേ നമ്മുടെ ചാനലിൽ. അതിന് ഇപ്പോഴും കമന്റ്സ് വരാറുണ്ട്, ചേച്ചി ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചു, ചേച്ചി ഞാൻ അങ്ങനെ ഉപയോഗിച്ചു, ഇങ്ങനെ ഉപയോഗിക്കാവോ, അതിന്റെ കൂടെ ഉപയോഗിക്കാവോ, ഇതിന്റെ കൂടെ ഉപയോഗിക്കാവോ? ഐ ഡോണ്ട് നോ മക്കളെ, എനിക്ക് അറിയത്തില്ല. ഈ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന സംഭവം എന്താ പറയാ, എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം ഈ പേര് തന്നെ കേൾക്കുന്നത്. അപ്പൊ അത് പൊട്ടയായ രീതിയിൽ ഉപയോഗിച്ച് കുറെ ആൾക്ക് പണി കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഇട്ടത്. നിങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്ക്. യൂസ് ചെയ്യുന്ന ആൾക്കാർ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയിൽ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികൾ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വെറുതെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ബാൻ ചെയ്യണം, അങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. അത് പ്രഗ്നന്റ് ലേഡീസ് ഒന്നും ഉപയോഗിക്കാൻ പോലും പാടില്ല, പ്രഗ്നൻസി ഫ്രണ്ട്ലി അല്ല. അത്രയും ഒരു മെഡിക്കേറ്റഡ് സംഭവമാണ്. നമ്മൾ റാൻഡംലി ഇങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യല്ലേ. അതുപോലെയാണ് ഈ റെറ്റിനോൾ എന്ന് പറയുന്ന സംഭവം. ഭയങ്കര കോൺസെൻട്രേറ്റ് കൂടിയതാണ്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. ചെറിയ പിള്ളേരൊന്നും എന്നെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ കുഞ്ഞു മക്കളാന്ന് എനിക്കറിയാം. സോ റെറ്റിനോൾ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങരുത്. ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് തള്ളയാൽ നിങ്ങൾക്ക് സമയമുണ്ട് ഉപയോഗിക്കാൻ. മക്കളെ കുറച്ചു കാലം വെയിറ്റ് ചെയ്യും. അതുപോലുള്ള ഒരു 18+ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ല പ്ലം ഒക്കെ ആയി നിൽക്കണം, കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയി നിൽക്കേണ്ട ഒരു സിറമാണ് ഹൈലറോണിക് ആസിഡ്. നൈസിനമൈഡ് ഉപയോഗിക്കാം. കുരുക്കളൊക്കെ വന്ന് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഫെയ്ഡ് ആയി പോവാൻ നൈസിനമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈറ്റമിൻ സി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. വൈറ്റമിൻ സി എല്ലാവർക്കും പറ്റത്തില്ല. സോ അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ മാത്രം ഉപയോഗിച്ച് നോക്കുക. അങ്ങനത്തെ രീതിയിൽ ഒരു കൺസേണിന് മാത്രം സിറം യൂസ് ചെയ്യുക. റാൻഡം ആയിട്ട് സിറംസ് യൂസ് ചെയ്യരുത് കേട്ടോ. ഈ സിറം ആണെങ്കിലും ടോണർ ആണെങ്കിലും യു ഗൈസ് ക്യാൻ സ്കിപ്പ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ടത് 3 things. എന്താണ്? ഒരു ക്ലെൻസർ, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ. കലാശ് അത്രേ വേണ്ടു. പിന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യട്ടെ വീഡിയോന്റെ ലാസ്റ്റ്. ഇപ്പൊ ഇത് പറയുമ്പോഴും ചില ആൾക്കാര്, ഇപ്പോ ചില മാമന്മാർ എന്ന് തന്നെ പറയട്ടെ, കുറച്ച് എനിക്ക് തോന്നുന്നു ചെറിയ പിള്ളേരൊന്നും ഇപ്പൊ അങ്ങനെ പറയത്തില്ല. കാരണം ഈ ആൺകുട്ടികളൊക്കെ ഇപ്പൊ ഒരുപാട് സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊക്കെ ഇതിനെ കാര്യങ്ങൾ ഒരു ഐഡിയ ഉണ്ടാവും. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ചില മാമന്മാർ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. എന്താ പറയാ, നമ്മളെ കാലത്ത് ഇതൊന്നും ഇല്ല. നമ്മൾ മറ്റേ അരിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെയാണ് മുഖത്ത് ഇട്ടുകൊണ്ടിരുന്നത്. ചന്ദനപ്പൊടി കല്ലിൽ അരച്ചിട്ട് കുളത്തിപ്പോയി കുളിച്ച കഥയൊക്കെ പറയും. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ അന്ന് കാർ ഓടിച്ചില്ല വെച്ചാൽ ഇന്നും കാർ ഓടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, ഇതെല്ലാം കൂടെ എന്തിനാ വാരി തേക്കുന്നേ എന്നുള്ളൊരു സാധനം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കണ്ട, വാങ്ങിക്കണ്ട, കാണണ്ട, ഒന്നും ചെയ്യണ്ട, അല്ലേ? അപ്പൊ അങ്ങനെ. അപ്പോ പണ്ടത്തെ പോലെ ഇപ്പത്തെ കുട്ടികൾക്ക് അത്രയും സമയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച ഈ സാധനങ്ങളൊക്കെ, റൈസ് വാട്ടർ ടോണർ എന്ന് പറയുന്ന സംഭവം നമ്മൾ വാങ്ങിക്കുന്നത്. ഈ വെള്ളം അരി കുതിർത്തി അത് വെയിറ്റ് ചെയ്ത് ഫെർമെന്റ് ആവാനൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടായിരിക്കും മേ ബി. പിന്നെ ഈ മാമന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇത് കാണുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു തരാണ്. നിങ്ങൾ പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ ഇപ്പത്തെ കാലം. പണ്ട് ഇത്ര വണ്ടികളില്ല, ഇത്ര പൊല്യൂഷൻ ഇല്ല, ഓസോൺ പാളിക്ക് ഇത്ര ഓട്ടയില്ല. അപ്പൊ സൺ ഡാമേജ് ഒക്കെ വരും. അപ്പൊ സൺസ്ക്രീൻ ഇടുന്നതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇത് നമ്മളെ സംരക്ഷിക്കേണ്ട നമ്മളെ ആവശ്യമല്ലേ? സോ അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ നോക്കിയും കണ്ടും ചെയ്യുക. മക്കൾ ഇതൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെ പാടെ അങ്ങ് എതിർക്കല്ലേ. എന്തോ വല്ല മരുന്ന് കഴിക്കുന്ന പോലെയൊക്കെയാണ് ഇതിനെ എതിർക്കുന്ന ആൾക്കാര്. ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ, അതത്ര തെറ്റുള്ള കാര്യമില്ല. മോശം വേറെ ഒന്നുമല്ലല്ലോ. ഈ ജിമ്മിനെല്ലാം പോയി ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. വേറെ ഒരു കള്ളത്തരത്തിന് അവർ പോകുന്നില്ലല്ലോ. കള്ളും കഞ്ചാവ് അടിച്ച് നടക്കത്തില്ലല്ലോ. സന്തോഷിക്കൂ മാതാപിതാക്കളെ, സന്തോഷിക്കൂ. ചൂടായതുകൊണ്ട് അധികം കഥ പറയാനൊന്നും സമയമില്ല. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. പിന്നെ എന്താണ്, സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ എനിക്കൊരു സന്തോഷമല്ലേ. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ പ്രോഡക്ട്സിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ അറിയാലോ. അതിന്റെ താഴെ ഒന്ന് ജസ്റ്റ് നോക്കി അതിന്റെ താഴെ ലിങ്ക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. നമുക്ക് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ